So we are discussing about cohesive energy of ionic crystals. So what is cohesive energy? Cohesive energy, it is the energy needed to split the crystal into free atoms. That means energy needed to split up the molecule into corresponding atoms. Needed to pull apart. It is the energy needed to pull apart the crystal to corresponding to a set of free atoms. Okay. So when these free atoms are brought closer to form a crystal, some energy is released, and that is the same energy, cohesive energy. Uh, this we know the molecules prefer to be in the molecular state than to be in the ionic state. കാരണം അതിന്റെ എനർജി മോളിക്കൂൾ എന്ന സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും അതിന്റെ എനർജി ശരിക്കും പറഞ്ഞാൽ കുറവായിരിക്കും. So that's a set of atoms prefer to be in that molecular state. നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ പഠിച്ചതാണ്. സോഡിയം ശരിക്കും when we give amount of energy 5.1 electron volt, it will release an electron and ionizes positively. ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റവുമായിട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ക്ലോറിൻ അയോൺ ഇലക്ട്രോനെഗറ്റീവ് ക്ലോറിൻ അയോൺ ഉണ്ടാവും. ആൻഡ് ഇറ്റ് റിലീസ് സം എനർജി ഏകദേശം 3.6 ഇലക്ട്രോൺ വോൾട്ട് വരും. Now this sodium ion and chlorine ion combine to form sodium chloride and releases an energy of 6.1 electron volt. നമ്മൾ 5.1 കൊടുത്തു, എന്നിട്ട് 6.1 കിട്ടി, പിന്നെ 3.6 കിട്ടി. ടോട്ടലി ഇത് ഒരു ഏകദേശം ഒരു 4.6 ഇലക്ട്രോൺ വോൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മോളിക്കൂൾ ഉണ്ടായപ്പം റിലീസ്ഡ് ആവുകയാണ്. അതായത് സോഡിയം ക്ലോറിനുമായിട്ട് ചേരുമ്പോൾ, അതായത് ആറ്റംസ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സോഡിയം ക്ലോറൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു 4.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടുവാണ്. ആൻഡ് ദിസ് എനർജി ഈസ് കൊഹീസീവ് എനർജി. സോ ഇറ്റ് ഈസ് എനർജി നീഡഡ് ടു പുൾ അപ്പാർട്ട് ദ സോഡിയം ക്ലോറൈഡ് into the corresponding atoms. 4.6 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്താലേ ഇത് സോഡിയം ക്ലോറിനുമായിട്ട് മാറത്തുള്ളൂ. അയോൺസ് ആയിട്ടല്ല, സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റമായിട്ടും. ഓക്കെ. അപ്പൊ ഈ എനർജിയാണ് cohesive energy എന്ന് പറയുന്നത്. Now let's obtain the expression for the binding energy of ionic molecule. Okay, binding energy. That means the energy needed to bind the ions together. This theory was developed by Born and Madelung in 1910. So this was used for estimating the cohesive energy or binding energy of the ionic molecule. So in that, here it is assumed that the ionic crystal is composed of positive ion and negative ion. It consists of a positive ion and negative ion. Both have spherically symmetric charge distribution. അതായത് ഇവർ അയോൺസ് ഉള്ള, അപ്പൊ ഇവർക്ക് ചാർജ് ഉണ്ട്, പക്ഷെ ഇവരുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സ്പെറിക്കലി സിമ്മട്രിക് ആണ്. അതായത് അതിന്റെ അർത്ഥം സ്പിയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലും അതിന്റെ റേഡിയസ് ഒന്നായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡയറക്ഷൻ നോക്കിയാലും ഒരേപോലെ ഇരിക്കും. സോ ദിസ് ഫോഴ്സ് ബിറ്റ്വീൻ ദം, ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം, it is independent of the direction of approach. It is independent of ഡയറക്ഷൻ ഓഫ് അപ്രോച്ച്. ഇപ്പോൾ ഒരു അയോണിന്റെ ഏത് ഡയറക്ഷനിൽ നിന്ന് മറ്റേ അയോണിന് വന്ന് ബോണ്ട് ചെയ്യാൻ പറ്റും, അയണിക് ബോണ്ട് നടത്താൻ പറ്റും. അതിന്റെ ഡയറക്ഷൻ പ്രശ്നമല്ല. സോ ഓൾസോ ദിസ് ഫോഴ്സ് ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ. നമ്മുടെ കോളം സ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് പ്രിവെയിൽ ചെയ്തിരിക്കുന്നത്. ദിസ് കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ എനർജി, ഈ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലോ, ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കോൾഡ് Madelung potential energy.
Madelung energy എന്ന് വിളിക്കും. So there is a force between these positive ion and negative ion, and it is electrostatic in nature. The energy, the potential energy corresponding to this force is called Madelung energy. So we need to calculate the expression for Madelung energy. Okay, so consider ion I in a crystal consisting of infinite number of അയോൺസ്. ഒരു ക്രിസ്റ്റൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ അയോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ക്രിസ്റ്റൽ ഇൻഫിനിറ്റി വരെ നിൽക്കുന്ന രീതിയിൽ, ക്രിസ്റ്റലിന് ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അയോണിനെ സംബന്ധിച്ച് നമ്മൾ എക്സ്പ്രഷൻ്റെ അകത്ത് അതിന് ഒരു ബൗണ്ടറി നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, ദിസ് അയോൺ ബോണ്ട്സ് ഹാസ് എൻ അയണിക് ബോണ്ട് വിത്ത് നെയ്ബറിംഗ് അയോൺ ജെ. നെയ്ബറിംഗ് അയോൺ ഇന്ററാക്ഷൻ അല്ല, ഇത് തമ്മിലൊരു നെയ്ബറിംഗ് അയോൺസ് മാത്രമല്ല, തൊട്ടപ്പുറത്തെ അയോൺസുമായിട്ടൊക്കെ ഈ ith അയോൺ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോണ്ടിങ് എന്നുള്ളതിന് കൂടാതെ ഇന്ററാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ith അയോണിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതായത് ബൈൻഡിങ് എനർജിയാണ് നമുക്ക് വേണ്ടത്. സോ ഹൗ ദിസ് ith അയോൺ ക്യാൻ ബി റിലീസ്ഡ് ഫ്രം ദാറ്റ് ക്രിസ്റ്റൽ. അപ്പൊ അതിനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടുന്ന എനർജിയാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ let uij be the interaction energy between the ions I and J. Okay, uij ഞാനിപ്പോൾ എന്നെ വിളിക്കുകയാണ്. So then the interaction involving the ion I can be written as, അപ്പം ഐയെ സംബന്ധിക്കുന്ന ഇന്ററാക്ഷൻ എനർജി ഐ ജെ എന്ന് പറഞ്ഞാൽ ith അയോണും jth അയോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജിയാണ്. എന്നാൽ ഐയെ സംബന്ധിച്ച് അത് ജെയുമായിട്ട് മാത്രമല്ല, അതിന് ചുറ്റുപാടുമുള്ള എല്ലാ അയോൺസുമായിട്ടും ഇന്ററാക്ട് ചെയ്യും. സോ യു ഐ എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ എനർജി ഓഫ് ith അയോൺ. ദാറ്റ് ഈസ് ആക്ച്വലി സമ്മേഷൻ ജെ യു ഐ ജെ. ദിസ് പക്ഷേ കണ്ടീഷൻ എത്രേ ഉള്ളൂ, ഐ നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കണം. ഐ നോട്ട് ഈക്വൽ ടു ചെയ്യുന്ന ഐയുമായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യുന്നത്, അത് സ്വയമായിട്ടൊരു അയോൺസുമായിട്ട് ഇന്ററാക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം ഐ നോട്ട് ഈക്വൽ ടു ജെ കാണിക്കാൻ വേണ്ടി ഒരു സമ്മേഷൻ്റെ അകത്തൊരു പ്രൈം ചേർക്കും, അത്രേ ഉള്ളൂ. സോ പൊട്ടൻഷ്യൽ എനർജി ഓർ ഇന്ററാക്ഷൻ എനർജി ഓഫ് ith ion is equal to summation j uij. Okay, so this uij, it has some attractive part പ്ലസ് എ റിപ്പൾസീവ് പാർട്ട് അല്ലേ? കാരണം റിപ്പൾസീവ് പാർട്ട് എല്ലാ സോൾട്സിലുള്ള റിപ്പൾസീവ് പാർട്ട് എന്താ നമുക്കറിയാം. സെൻട്രൽ ഫോഴ്സ്, സെൻട്രൽ പൊട്ടൻഷ്യലിന്റെ രീതിയിൽ നമുക്കത് എഴുതാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ ഇ റേസ് ടു മൈനസ് ആർ ബൈ റോ. അങ്ങനെ എഴുതാമല്ലോ റിപ്പൾസീവ് പാർട്ട്. എല്ലാ സോൾസിലും ഈ റിപ്പൾസീവ് പാർട്ട് സെയിം ആണെന്ന് പറഞ്ഞു. ഇനി അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഒരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് പാർട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പാർട്ട് ദാറ്റ് ഈസ് അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ആകാവേ. അപ്പോൾ റിപ്പൾസീവ് ആണോ അട്രാക്റ്റീവ് ആണോ തന്നെ ഒരു നിർബന്ധമില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് പാർട്ടാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്ലസ് റിപ്പൾസീവ് പാർട്ട് എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ്. സോ ഇറ്റ് ഹാസ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് കോളം പൊട്ടൻഷ്യൽ പ്ലസ് എ റിപ്പൾസീവ് energy. So this part, electrostatic part, can be positive or negative, or it can be repulsive or attractive. So this can be written as q square by r. Okay, so I can write uij as lambda e raised to minus rij by rho plus or minus q square by rij, where rij is the distance between ith and jth ion. ith and jth ion തമ്മിലുള്ള ആ ഇന്ററാറ്റമിക് ഡിസ്റ്റൻസിനെയാണ് rij എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ബൗണ്ടറിയിൽ അതിന്റെ കാര്യങ്ങളൊന്നും ക്രിസ്റ്റലിന്റെ ബൗണ്ടറിയെ പറ്റി ഒന്നും കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല. സോ ദിസ് ഇസ് യു ഐ ജെ. ഇപ്പൊ നമുക്ക് യു ഐ ജെ കാണുവാണെങ്കിൽ യു ഐ ഇതിൻ്റെ അകത്തുനിന്ന് കാണാം. ആൻഡ് യു ടോട്ടൽ potential, total binding energy or total potential energy is equal to n into ui, where n is the
നമ്പർ ഓഫ് മോളിക്യൂൾസ്. എത്ര മോളിക്യൂൾസ് ഉണ്ട് അതിനെ ടൈംസ് യു ഐ ചെയ്താൽ മതി, നമുക്ക് യു ടോട്ടൽ കിട്ടും. കാരണം ഇതിപ്പോൾ ith അയോൺ ജെയുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കിയാൽ അതൊരു മോളിക്യൂൾ ആയില്ലേ. ഇതുപോലെ ഒരു kth അയോൺ ഒരു mth അയോണുമായിട്ട് ബോണ്ടിങ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ജെയുടെ കാര്യം ആലോചിച്ചാൽ ജെ ഐയുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐയും ജെയുമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ ജെ ഐയുമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണമാണ് നമ്മൾ ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെ അകത്ത് ഇനി ആർ ഐ ജെയെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ ഐ ജെ എളുപ്പത്തിന് Rij is written as Pij into capital R, where capital R is the nearest neighbor separation. Nearest neighbor separation in crystal. അപ്പോൾ അതായത് ഞാൻ പറയുവാണ്, ഇപ്പൊ ബ്രിക്സിന്റെ കേസിൽ പറയുകയാണ്, ഇങ്ങനെ ബ്രിക്സ് ഒരേ വിട്ടുള്ള ബ്രിക്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ഈ ബ്രിക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോ ith ബ്രിക്കാണ്. അപ്പൊ ഈ തൊട്ടടുത്ത് ഐ ജെ ആണെന്ന് വരിക, ഇത് കെ ആണെന്ന് വരിക. ഐയും ജെയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്, നിയറസ്റ്റ് നെയ്ബർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പം അതിനെ സംബന്ധിച്ച് നോക്കുമ്പം പി ഐ ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്നാ പി ഐ കെ എന്ന് പറഞ്ഞാൽ എന്താ? പി ഐ കെ എന്ന് പറഞ്ഞാൽ ഈ ith ബ്രിക്കും kth ബ്രിക്കും അത് തമ്മിൽ 2 ടൈംസ് ഉള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ആർ ഐ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2 ടൈംസ് ആർ ഉണ്ട്. അതിന്റെ സംബന്ധിച്ച് നോക്കുമ്പോൾ പി ഐ കെ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ എത്ര ഡിസ്റ്റൻസ്, എത്ര നിയറസ്റ്റ് നെയ്ബർ സെപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത അയോൺ ഇരിക്കുന്നത്, ആ എണ്ണത്തിനെയാണ് പി ഐ ജെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ അതിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബർ ഡിസ്റ്റൻസ്. അപ്പൊ ആ മൾട്ടിപ്പിൾ ഫാക്ടറിനെ പി ഐ ജെ എന്ന് വിളിക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് write the uij as lambda e raised to minus pij capital R by rho plus or minus q square by pij capital R. Okay. Now ui എങ്ങനെ കണ്ടുപിടിക്കും? ui is summation prime summing over j uij. Okay, so this is summation j primed summation ആണ് into lambda e raised to minus pij capital R by rho plus or minus summation primed j q square by pij capital R. Okay, അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ഇത് റിപ്പൾസീവ് പാർട്ടാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു റിപ്പൾസീവ് പാർട്ട് ഈസ് ഷോർട്ട് റേഞ്ച്, അതായത് അത് ഷോർട്ട് റേഞ്ചിൽ മാത്രമേ റിപ്പൾസീവ് ഫോഴ്സ് ഇഫക്റ്റിൽ വരൂ. ലോങ് റേഞ്ചിൽ അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് 0 ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ യു ഐ ഈസ് ഇഫക്റ്റീവ്, ഈ സമ്മേഷൻ പാർട്ട്, ഈ ആദ്യത്തെ ആ ടേം പാർട്ട്, ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഓൺലി ഫോർ ദ നിയറസ്റ്റ് നെയ്ബേഴ്സ്. സപ്പോസ് Z ഈസ് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ്, അതായത് ith അയോൺസിന്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഒരു 4-5 ആറ്റമേ ഉള്ളെങ്കിൽ അവരുടെ എണ്ണത്തിനെയാണ് Z എന്ന് വിളിക്കുന്നത്. സോ അവർ മൂലം മാത്രമേ റിപ്പൾസീവ് എനർജി ഉണ്ടാവുന്നുള്ളൂ. സോ ദിസ് ഫസ്റ്റ് ടേം സമ്മ ചെയ്യുമ്പോൾ നമുക്ക് Z ഇൻറ്റു ലാംഡ എ റേസ് ടു മൈനസ് നിയറസ്റ്റ് നെയ്ബർ അല്ലേ, നിയറസ്റ്റ് നെയ്ബേഴ്സിന്റെ എണ്ണം ആണല്ലോ, അവരെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയെങ്കിൽ അപ്പൊ പി ഐ ജി എന്ന് പറഞ്ഞാൽ 1 അല്ലേ വരത്തുള്ളൂ. So e raised to minus r by rho plus or minus summation j q square by pij into capital R. Okay. അപ്പോൾ ഇനി ui എന്ന് പറയുന്നത് വളരെ ഇതിനെ ഞാനൊരു ഷോർട്ടായിട്ട് സെറ്റ് ലാംഡ ഇ റേസ്റ്റ് മൈനസ് ക്യാപിറ്റൽ ആർ ബൈ റോ പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസിന് പകരം ഞാൻ ഇതിനെ ഒന്ന് ഷോർട്ടായിട്ട് ഒരു ആൽഫയുടെ ടേംസിൽ എഴുതുവാണ്. അപ്പോൾ ആൽഫ ടേംസ് മൈനസ് ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ എന്ന് എഴുതുവാണ്. വേർ ആൽഫ എന്താ ഇതിൻ്റെ അകത്ത്? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഓർ പ്ലസ് സമ്മേഷൻ
J, primed summation ആണ് 1 by Pij. ഇതിനെയാണ് ആൽഫ. And this is called Madelung constant. Okay. അപ്പൊ യു ഐ ഞാൻ ഇങ്ങനെ ഒരു ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ടോട്ടൽ യു ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും? യു ടോട്ടൽ ഈസ് എൻ ഇൻറ്റു യു ഐ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സെഡ് ലാംഡ ഇ റൈസ് മൈനസ് ആർ ബൈ റോ മൈനസ് എൻ ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ ആണ്. ആണല്ലോ. ഓക്കെ. സോ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കറിയാം അറ്റ് ദ ഇക്വിലിബ്രിയം ഇന്റർആറ്റോമിക് ഡിസ്റ്റൻസ് ആർ ഇസ് ഇക്വൽ ടു ആർ സീറോ. ആർ സീറോയെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഇന്റർആറ്റോമിക് ഡിസ്റ്റൻസ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു മോളിക്യൂളിന്റെ ഇന്റർആറ്റോമിക് ഡിസ്റ്റൻസുമായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി വേരിയേഷൻ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. സോ ഈ മിനിമം എനർജി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് അറ്റ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആർ സീറോയിലല്ലേ വരുന്നത്. അവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുമല്ലോ. സോ അറ്റ് ആർ ഇസ് ഇക്വൽ ടു ആർ സീറോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് എ മിനിമം. അങ്ങനെ സ്ഥിതിക്ക് ഡി യു ബൈ ഡി ആർ എന്ന് പറയുന്നത് അറ്റ് ആർ ഇസ് ഇക്വൽ ടു ആർ സീറോയിൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പൊ ആ സ്ഥിതിക്ക് നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. യു ടോട്ടൽ നമുക്കറിയാം, ഇതാണ് യു ടോട്ടൽ. ആ സ്ഥിതിക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ ഇസഡ് ലാംഡ ഇ റേസ് ടു മൈനസ് ആർ ബൈ റോ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഇ റേസ് മൈനസ് ആർ ബൈ റോ ആണ്. അതിനെ ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 1 ബൈ റോ മൈനസ് എൻ ആൽഫ ക്യൂ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ ആർ സ്ക്വയർ. 1 by r ഡിഫറൻഷ്യൽ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ദിസ് ഈസ് ഈക്വൽ ടു 0. സോ അറ്റ് ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ആറിന് ആർ സീറോയുടെ വാല്യൂ എല്ലാം കൊടുക്കുകയാണ്. എൻ സെഡ് ലാംഡ ഇ റേസ് മൈനസ് ആർ സീറോ ബൈ റോ ഡിവൈഡ് ബൈ റോ ഇതിനപ്പുറത്തെ സൈഡിലോട്ട് എടുത്ത എൻ ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ സീറോ സ്ക്വയർ. അപ്പൊ ഇത് മൈനസ് ആയിരുന്നു, ഇത് പ്ലസ് ആയിരുന്നു. അപ്പൊ ഇതിന് രണ്ട് സൈഡിലോട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എഴുതാൻ പോകുന്നത് ഇ റേസ് ടു മൈനസ് ആർ സീറോ ബൈ റോ ദിസ് ഈസ് ഈക്വൽ ടു എന്നെ വെട്ടിപ്പോയി ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ സീറോ സ്ക്വയർ ഇൻറ്റു റോ വരും. ഇവിടെ സെഡ് ലാംഡ വരും. ഓക്കെ. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ ദ യു ടോട്ടൽ. യു ടോട്ടലിൻ്റെ അകത്ത് ഇതൊന്ന് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ടോട്ടൽ ഈസ് ഇസഡ് ലാംഡ ഇൻറ്റു ഇ റേസ് മൈനസ് ആർ ബൈ റോ അല്ലേ? അതിന് പകരം ആൽഫ ക്യൂ സ്ക്വയർ റോ ബൈ ഇസഡ് ലാംഡ ആർ സീറോ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ഒരു ടേം കൊണ്ട് ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ. ഓക്കെ. സോ ദിസ് ഈസ് ആൽഫ ക്യൂ സ്ക്വയർ റോ ബൈ ആർ സീറോ സ്ക്വയർ മൈനസ് ആൽഫ ക്യൂ സ്ക്വയർ ബൈ ആർ ആണ് മണ്ടകൽ എനർജി, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. യു ടോട്ടൽ. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചിലപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 1 ഡയമെൻഷണൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കാം. അയണിക് ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതിന് അയോൺസ് 1 ഡയമെൻഷണൽ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുക. പ്ലസ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഓൾട്ടർനേറ്റീവ് ആയിട്ടേ ഇരിക്കത്തുള്ളല്ലോ ആ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും കാണും. ഓക്കെ. അപ്പം നമ്മൾ തൽക്കാലം നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം ഫോർ ദിസ് സിസ്റ്റം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ജെ പ്രൈംഡ് ജെ ആണ് 1 ബൈ പി ഐ ജെ. നമുക്ക് റെഫറൻസ് ആയിട്ട് ഇപ്പൊ തൽക്കാലം ഇത് വെക്കാം. ഓക്കെ. അത് വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ നിയറസ്റ്റ് നെയ്ബർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആയിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിലുള്ള പി ഐ ജെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ 1 ബൈ 1. ഇനി ഇതും ഇതിന്റെ അപ്പുറത്തെ നെയ്ബർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, ഇത് വരുമല്ലോ. ഇത് തമ്മിൽ 2r ആണ്. 2r ആണല്ലോ അല്ലേ? 2r വരുമ്പോഴത്തേക്കും 2r വരുമ്പോഴത്തേക്കും പി ഐ ജെ എന്ന് പറഞ്ഞാൽ 2 വരും. പക്ഷെ അത് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ? കാരണം ഇത് മൈനസും പ്ലസും ആണ് അയോൺസിന്റെ സൈസ്. എന്നാൽ ഇത് ലൈക്ക് പോൾസ്. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിനെ ഇവിടെ വരത്തുള്ളൂ. ഇനി അടുത്ത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസും ആണ്. സോ അത് പോസിറ്റീവ് വരും.
1/3 വരും, അടുത്ത് 1/4, ഇങ്ങനെ ഇൻഫിനിറ്റി വരെ വരും. ഇത് ഒരു സൈഡിലോട്ടേ നമ്മൾ എണ്ണിയിട്ടുള്ളൂ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി ആണല്ലോ. ഇനി നമുക്കറിയാം ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷൻ എന്താ? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സെട്ര അല്ലേ? സിംപ്ലൈസ് ലോഗ് 1 പ്ലസ് എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ അല്ലേ ഈ പറയുന്ന 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 എന്നൊക്കെ വരുന്നേ. സോ ആൽഫ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ എന്ത് വരും? 2 ടൈംസ് ലോഗ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ശരിക്കും ഇതിന്റെ ആൻസർ 1.38 എന്ന് കിട്ടും. ആണ് ഒരു 1 ഡയമെൻഷണൽ ലാറ്റിസിൽ Mendel കോൺസ്റ്റന്റ് വരുന്നത്. Okay, so this is how Mendel energy is derived, and this is a Mendel constant for a 1 dimensional crystal. Okay, thank you.